നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നന്ദേട്ട വളരെ ഒരു പ്രയാസമുള്ളൊരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണമായി മരണപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഏകദേശം അവരുടെ വീട്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചർച്ച എടുക്കുന്നത്. 11 മണിയോടുകൂടി ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നു എന്നറിയുന്നു. 11:30 മന്ത്രി അവിടെ എത്തുന്നു. എന്നിട്ട് മന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല, ഇനി വലിയ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നുമില്ല, വളരെ നിസ്സാരമായ പരിക്കേ ഉള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം 12:30 ഇത് മാറ്റാൻ ആരംഭിക്കുന്നത്. അതിനിടയിലാണ് ഏകദേശം 2.5 മണിക്കൂറോളം ഒരു പാവപ്പെട്ട സ്ത്രീ അതിനുള്ളിൽ ശ്വാസം കിട്ടാതെ പെട്ടെന്ന് മരിക്കുന്നൊരവസ്ഥയുണ്ടായത്. ഇതിന് നിങ്ങൾ ആരെയാണ് കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ മറ്റു പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഖാക്കൾ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നുണ്ട്. ശ്രീമതി ടീച്ചർ പറഞ്ഞത് 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ പോയപ്പോൾ ആ കെട്ടിടം പൊളിക്കാനിട്ടതാണ് എന്ന് എന്നോട് സൂപ്രണ്ട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ക്യാപ്സ്യൂളുകളും ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഒരാൾ പോലും, അതായത് ഒരു CPM മന്ത്രിമാർ പോലും, ഒരു MLA പോലും, ഒരാളുകൾ പോലും അവിടെ ആ മരണ വീട്ടിലെത്തുകയോ അവരെ വിളിക്കുകയോ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ഒന്ന് സമാശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് എത്രമാത്രം ക്രൂരമാണ്. അല്ല, അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. കാരണം CPM നേതാക്കന്മാർക്ക് ബിന്ദു മരിച്ച വീട്ടിലേക്ക് ചെല്ലാൻ സാധ്യമല്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന്, ഇന്നലെ തന്നെ ഈ സംഭവം ഇന്നലെ 10:30 മണിക്കാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11:30 മണി സമയത്തേക്ക് മന്ത്രി എത്തി. എനിക്ക് മന്ത്രി എന്തിനെത്തിയെന്നൊരു പിടുത്തമില്ല. 2 മന്ത്രിമാരവിടെ കെട്ടിയെഴുന്നള്ളിച്ചവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മറ്റുള്ള ഇതിൻ്റെ പ്രവർത്തകന്മാർ എത്തിച്ചേരുന്നത്. ഈ മന്ത്രി വന്നിട്ട് ഉടനെ പ്രസ്താവന എടുക്കുകയാണ്. മന്ത്രിക്ക് ആരാണ് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? അടുത്ത കോളേജിൻ്റെ സൂപ്രണ്ടാണ്, മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടാണ്. അയാളുടെ പേര് എന്താ, രവീന്ദ്രൻ കണ്ട അയാളുടെ പേര് അല്ലേ? ഈ പറയുന്ന ആളുടെ പണി എന്താണ്? എനിക്ക് മനസ്സിലാവുന്നത്, ഇത്രയും നേരം കഴിഞ്ഞ് ഏകദേശം 24 അല്ലേ, ഏകദേശം 20-28 മണിക്കൂറായി. എന്താണ് ഈ പറയുന്ന കുറ്റവാളിയായിരിക്കുന്ന രവീന്ദ്രൻ എന്ന് പറയുന്ന സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ പോലീസിന്? അയക്കെതിരായിട്ട് കുറ്റം ചാർജ് ചെയ്യേണ്ടതല്ലേ? അയാള് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അയക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യേണ്ടതാണ്. അത് അയക്കെതിരായിട്ട് മാത്രം പോരാ, വീണ ജോർജിനായിട്ട് കേസ് ചാർജ് ചെയ്യണം. കാരണം വീണ ജോർജ് ചെറിയ തെറ്റല്ല. കാരണം വീണ ജോർജ് അതിനകത്ത് ഈ പറയുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ കെട്ടിടത്തിൻ്റെ സുരക്ഷാ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിന് ഉപരിയായിട്ട് അവരാദ്യം പറഞ്ഞ അവിടെ ആരുമില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ആശുപത്രിക്കാരോട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് എന്തിനാണ് ഇവിടെ നടത്തുന്നത്? ഈ മന്ത്രി ആരെ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്? ഒന്ന്, ഈ മന്ത്രിയെ സംബന്ധിച്ച് ഒരു വിവരമില്ലാത്ത മന്ത്രിയാണ്. അവർ പഴയ മാധ്യമ പ്രവർത്തകയ്ക്കാണ്, ശരിയാണ്. പക്ഷെ അവർക്ക് ആരോഗ്യ മന്ത്രി എന്ന നിലയ്ക്ക് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേര് ചോദിച്ചാൽ അത് വീണ ജോർജ് എന്ന് പറയാൻ സാധിക്കും. കാരണം അവർക്ക് രാഷ്ട്രീയം അറിയില്ല. അവർക്ക് ആകെ അറിയാവുന്ന നക്കാപ്പിച്ച ചില മാധ്യമ പ്രവർത്തനം അറിയാം. അതും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അവരറിയാവുന്ന രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ് അവർ ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കാനുള്ള കാരണം കൊണ്ടാണ്. ഈ കപ്പൽ ആടി ഉലയുകയാണ്. ഇതിനകത്ത് കപ്പിത്താൻ പോലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കപ്പിത്താൻ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടക്കുന്ന കപ്പിത്താനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് കാരണം ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ കെടുകാര്യസ്ഥതയാണ് കോട്ടയത്ത് നടന്ന സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ചെയ്യുന്നത് നിരുത്തരവാദപരമായിരിക്കുന്ന പ്രവർത്തനമാണ്. അതിനുശേഷം അവർ വൈകുന്നേരം വേറെ ഒരു ആശുപത്രിയിലായി എന്നൊക്കെ പറയുന്നത്. അതെ, രക്തസമ്മർദ്ദം കൂടി. അതെ, അവർക്ക് രക്തസമ്മർദ്ദം കൂടിയതാണോ, അവർ കൂട്ടിയതാണോ, അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും കൂട്ടിയെന്ന് പറയിപ്പിച്ചാണോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന വീണ ജോർജിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു വികാരം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവർ കയറിയത് മാനേജ്മെന്റ് കോട്ടയിൽ കയറിയിട്ടുള്ള ആളാണ്, മതത്തിൻ്റെ കോട്ടയിൽ കയറിയിട്ടുള്ള ആളാണ്. മതത്തിൻ്റെ കോട്ടയിൽ കയറിയിരിക്കുന്ന ആളുകൾക്കൊന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി സാധ്യമല്ല. ഈ മന്ത്രിസഭയിലുള്ളവരെ ബാക്കി എല്ലാവരും എടുത്തു നോക്കിക്കോളൂ, എല്ലാവരും ഓരോ കോട്ടക്കാരാ. ഈ കോട്ടക്കാരൻ്റെ പേരിലാണല്ലോ 1ാം പിണറായി വിജയൻ സർക്കാരിൽ നമ്മൾ എന്തെല്ലാം ആക്ഷേപം പറഞ്ഞാലും അതിനകത്ത് തോമസ് ഐസക് ഉണ്ടായിരുന്നു, കഴിവുള്ള മന്ത്രിയാണ്. ജി സുധാകരൻ ഉണ്ടായിരുന്നു, വളരെ മിടുക്കനായിരിക്കുന്ന മന്ത്രിയാണ്. അങ്ങനെ നിരവധി പേര് ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. നമ്മുടെ പഴയ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം, ശൈലജ ടീച്ചറടക്കം പലരും വലിയ ആക്ഷേപമൊന്നും പറയാറില്ല. അവർക്കൊക്കെ കഴിവുണ്ടായിരുന്നു. ഈ 2ാം മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കോട്ടയുടെ അടിസ്ഥാനത്തിൽ കയറിയിട്ടുള്ളവരാണ്. ഇവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കയറുന്നു, മറ്റു മരുമകൻ്റെ കോട്ടയുടെ അടിസ്ഥാനത്തിൽ കയറുന്നു, വേറെ ആള് നായരാണെന്ന് പറഞ്ഞിട്ട് ചിലർ ആ കോട്ടയിൽ കയറുന്നു. നമ്മുടെ വലിയ എക്സാമ്പിൾ ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം ബാലഗോപാലടക്കം കേരളം കണ്ടിലെ ഏറ്റവും മോശം ധനകാര്യ വകുപ്പ് മന്ത്രിമാരിലെ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിലുള്ള മീറ്റിങ്ങിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 4 ലക്ഷം തികച്ചവിടെ പറയാൻ വേണ്ടി സാധ്യമല്ല. അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യമല്ല. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണം കഴിവുകെട്ട മന്ത്രിമാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഴിവുകെട്ട, ഇപ്പൊ ഇതിന് തന്നെ ഏകദേശം ഒരു മെയ് മാസം 24 മറ്റാണ് ഇവര് വേറെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഈ കെട്ടിടം പൊളിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ ഇവർ ഇപ്പൊ പറയുന്നത്. അങ്ങനെയാണ് ഇന്നലെ വീണ ജോർജ് പറഞ്ഞില്ലല്ലോ.
വീണ ജോർജ് ഇത് പറഞ്ഞോ? വീണ ജോർജ് പറഞ്ഞത് ഇവിടെ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് മാത്രം പറയുന്ന സമയത്ത് ഞങ്ങൾ ഈ കെട്ടിടം പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്, പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാ രോഗികളും മാറ്റിക്കഴിഞ്ഞു. ഇത് വീണ ജോർജ് പറഞ്ഞില്ലല്ലോ. വീണ ജോർജ് പറയുന്നത് കൈ കഴുകിയുള്ള സംസാരമാണ്. വീണ ജോർജ് പറയുന്നത് കൂടെയുള്ള വാസവൻ മന്ത്രിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. എനിക്കിന്നിപ്പോ മനസ്സിലാവുന്ന ഒരു മറ്റൊരു ഉണ്ട്, രവീന്ദ്രന്റെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ. ഇതിനെല്ലാ ഉത്തരവാദിത്വം ഞാനാണ്. ഇയാളെടുത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, ഈ പറഞ്ഞ സൂപ്രണ്ടാരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ? അങ്ങനെയാണെങ്കിൽ അന്തസ്സായിട്ട് സൂപ്രണ്ട് രാജിവെക്കണം, പദവി രാജിവെക്കണം. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യണം, അയാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണം. കാരണം അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ആളാണെങ്കിൽ അയാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണം, പോലീസ് അറസ്റ്റ് ചെയ്യണം. അയാൾക്കെതിരെ നടപടി എടുക്കാൻ ഇവിടെ കേരള സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ. അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയത്തെ മന്ത്രിയായിട്ടുള്ള വാസവന്റെ ശബ്ദമാണ് ഈ പറയുന്ന രവീന്ദ്രനിൽ നിന്ന് പുറത്തു വന്നതാണ്. രവീന്ദ്രന്റെ സ്വന്തം ശബ്ദമൊന്നുമല്ല. അപ്പൊ ഈ തരം കഴിവുകെട്ട ആളുകള് ഒരു കെട്ടിടം, 68 കൊല്ലമായിട്ടുള്ള കെട്ടിടം, തികഞ്ഞു എന്നും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള കെട്ടിടം, ആ കെട്ടിടത്തിൽ രോഗികളെ താമസിപ്പിക്കുക, അവരതിൻ്റെ ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക. ഈ പറയുന്നത് ഇത് ഇവർക്ക് അറിയാൻ പാടില്ലേ? ഈ സൂപ്രണ്ടിന് അറിയാൻ പാടില്ലേ? ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരന് അറിയാൻ പാടില്ലേ? ഇവിടുത്തെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ പാടില്ലേ? എല്ലാവർക്കും അറിയാം. അവരെല്ലാവരും ധരിച്ചത് താൽക്കാലികമായിട്ട് അവർ സൗകര്യമുള്ള സ്ഥലത്ത് പോട്ടെ, ആ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. അത്തരമൊരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു, ആളുകൾ മരിക്കുന്നു. ഒരാൾ മരിച്ചു, വേറെ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആർക്കെന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ലാത്ത ആശുപത്രി സൂപ്രണ്ട്, മെഡിക്കൽ കോളേജിന് സൂപ്രണ്ട്, അതേപോലെ തന്നെ ആര് മരിച്ചാലും പ്രശ്നമില്ലാത്ത ആ ജില്ലയിലെ മന്ത്രി, ആര് മരിച്ചാലും വേദനിക്കാത്ത ആരോഗ്യവകുപ്പ് മന്ത്രി, ഇവരെല്ലാവരും ഇതൊരു കോക്കസാണ് ശരിക്കത്. തീർച്ചയായിട്ടും. എന്നിട്ട് അതിനിടയ്ക്ക് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ അതായത് ഇവരുടെ മകളുടെ ന്യൂറോ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഇവർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്, ഈ ബിന്ദു എന്ന് പറയുന്ന സഹോദരി. അപ്പോൾ അവർക്ക് അവിടെ വെള്ളമില്ലായിരുന്നു. വെള്ളമില്ലാത്തത് കൊണ്ടാണ് അവർ അപ്പുറത്തേക്ക് പോയിട്ട് ഈ പറയുന്ന ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, ന്യൂറോ ശസ്ത്രക്രിയ വാർഡിൽ കൂട്ടിരിപ്പുകാർക്ക് പോലും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യം. രണ്ടാമത്തത്, ഇവർ പറഞ്ഞതുപോലെ അത് അടച്ചുപൂട്ടിയതാണ് എന്ന് പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ആളുകൾ പ്രവേശിച്ചത്? എങ്ങനെയാണ് ഇതിൽ ആളുകൾ കുടുങ്ങിയത്? എങ്ങനെയാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായത് എന്നുള്ളതിന് ഉത്തരം പറയുന്നില്ല. അല്ല, ഇവർക്ക് ഉത്തരം പറഞ്ഞിട്ട് ഇവർക്കൊന്നും അറിയില്ല സത്യത്തില്. ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന സ്ത്രീ മന്ത്രിയൊക്കെയാണ്, ശരിയാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രാഹ്യമില്ല. അവര് പഴയ മാധ്യമ പ്രവർത്തകർ ആരിൽ നിന്നെങ്കിലൊക്കെ സമ്പാദിച്ചിട്ടുള്ള ചില ഡേറ്റാസ് വെച്ചിട്ട് സംസാരിക്കുകയാണ്. ആകെ ചിരിച്ചു പറയാൻ വേണ്ടിയിട്ട് അറിയാമെന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കഴിവുകെട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അവര്. അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അവരിന്നലെ BP കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ നുണ പറഞ്ഞതിൻ്റെ പേരിലാണ്. അവർ സംസാരിച്ച് മുഴുവൻ നുണയാണെന്ന് അവർക്കറിയാം. നുണയാണ് പറഞ്ഞതെന്നറിയാം. അവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇവർക്ക് സ്വയം തോന്നിയതാണ്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള കിട്ടില്ല എന്ന് അവർക്കൊന്നും മാത്രമല്ല, അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കറിയാം. അവർ വേറെ കൂടി പറഞ്ഞു, അവിടേക്ക് മറ്റേ എന്താ പറയുക, ഇതിന് മെഷീനൊക്കെ വരാനായിട്ട് ചില തടസ്സങ്ങൾ, അവിടുത്തെ വഴിയുടെ വീതി 68 കൊല്ലം മുമ്പ് പണിതാണെന്നാണ്. 68 വർഷം മുമ്പ് പണിതിട്ടില്ല. എത്രയോ കെട്ടിടങ്ങൾ ഉണ്ടെന്നുള്ളവരും ഈ സഹോദരിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ആ പറയുന്ന കെട്ടിടങ്ങൾക്കൊക്കെ സമീപത്ത് പുതിയ കെട്ടിടങ്ങൾ വരികയാണെങ്കിൽ വഴി എല്ലാ സ്ഥലത്തേക്കും സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ വഴി അടച്ചു കിട്ടാൻ ഇവർക്കാരും അധികാരം കൊടുത്തിട്ടില്ല. ഈ അടച്ചുകെട്ടലൊക്കെ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളതാണ്. ഞാൻ മറ്റൊന്ന് പറയും, ഇവരെ കെടുകാര്യസ്ഥ ഇതിന് മാത്രമല്ല, മൊത്തം മെഡിക്കൽ കോളേജുകൾ പരാജയത്തിലാണ്, എല്ലാ മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് അല്ലേ, അതെ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ വേണ്ടി തയ്യാറായി. ഇവര് കെടുകാര്യസ്ഥ എന്ന് പറയാൻ കാരണം, ഈ പറയുന്ന ആശുപത്രികളിൽ ഈ പറയുന്ന കഴിവുള്ള ഇത്തരം ആളുകൾ അവിടെ ചികിത്സാ സംവിധാനങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകുന്നത്? എനിക്കറിയില്ല. കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാര് സർക്കാർ ആശുപത്രികളിൽ പോകുന്നുണ്ടോ? അവിടെ പോകുന്നത്, സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് വളരെ സർവ്വസാധാരണക്കാരാണ്, വളരെ പാവപ്പെട്ടവരാണ് പോകുന്നത്. ഈ പറയുന്ന സർക്കാരിന്റെ പണം പിടുങ്ങിക്കൊണ്ട് പോകുന്ന, ഞാൻ അതിന് ഉപയോഗിക്കുന്ന വാക്ക് പിടുങ്ങി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അങ്ങനെ പോകുന്ന മന്ത്രിമാരൊക്കെ തന്നെ ഈ പണം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവരെല്ലാം ചികിത്സയ്ക്ക് പോകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലാണ്. എറണാകുളത്ത് നിന്ന് മെഡിക്കൽ കോളേജിൽ പോവും, അല്ലെങ്കിൽ അമൃതയിൽ പോവും, അല്ലെങ്കിൽ ആസ്റ്ററിൽ പോവും, ലേക്ക് ഷോറിൽ പോവും. അതേപോലെ തിരുവനന്തപുരത്താണെങ്കിൽ അതേപോലെ പ്രൈവറ്റ് ആശുപത്രി കിംസിൽ പോവും. അങ്ങനെയുള്ള നന്ദേട്ടോ, അതിലൊരു 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മാത്രമല്ല, അതായത് താലൂക്ക് ഹോസ്പിറ്റലുകളിൽ പോലും ആവശ്യത്തിന് മരുന്നില്ല. ഈ കാരുണ്യ പദ്ധതിക്ക് വേണ്ട ഫണ്ട് ഇവർ കൊടുക്കുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുമ്പോഴും പല ശസ്ത്രക്രിയകൾക്കും ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു.
ഇന്നലെ ഇതിനോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്തുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. ആ ഇടിഞ്ഞു വീണ കെട്ടിടമൊന്നും നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. മാത്രമല്ല ഇന്ന് ഈ പറയുന്ന ബിന്ദുവിൻ്റെ വീട്ടിലൊന്ന് പോകാൻ ഒന്ന് വിളിച്ചാശ്വസിപ്പിക്കാൻ പോലും തയ്യാറാവാതെ അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. അതും അമേരിക്കയ്ക്ക് പോകുന്നത് എന്തിനാണ്? അമേരിക്ക ഒരു തെമ്മാടി രാഷ്ട്രമാണ്, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പമുള്ള ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ അമേരിക്കയിലേക്കാണ് നമ്പർ 1 കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നത്. അത് ചികിത്സാർത്ഥം പോകുന്നതായിരിക്കും പുള്ളി. അതെ, ആ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ ചെക്കപ്പിന് വേണ്ടി അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ചികിത്സയ്ക്കാണ് അദ്ദേഹം ഇന്ത്യയിലാണ് പോകുന്ന സാധാരണ, അല്ലെങ്കിൽ അപ്പോളോയിൽ അദ്ദേഹം പോകും, അല്ലെങ്കിൽ അദ്ദേഹം എയിംസിൽ പോവും, മറ്റേ നമ്മുടെ ഡൽഹിയിലുള്ളതിൽ. ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ മാത്രം പോകുന്ന ആളാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയുന്ന മന്ത്രിമാരും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളും തമ്മിൽ ടൈപ്പാണ് ഇവർക്ക് പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആശുപത്രികളുടെയൊക്കെ വലിയ സപ്പോർട്ടേഴ്സാണ് ഇവരൊക്കെ ട്രീറ്റ്മെൻറ്റ് പോകുന്ന അവിടെയാണ്. ഇവർ ഏതെങ്കിലും ചെറിയ ട്രീറ്റ്മെൻറ്റ് പേര് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് റുപ്യ പറ്റുന്നവരാണ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ. അതുകൊണ്ട് മന്ത്രിമാർ സത്യസന്ധരാണെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് അവരിതിൻ്റെ ചികിത്സ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവർ മാറ്റണം, അവർ സർക്കാർ ആശുപത്രി പോകണം. അവർ മാത്രം പോരാ, ഇവിടുത്തെ ജഡ്ജിമാരടക്കമുള്ള ആളുകൾ, ഞാൻ പറയും സ്വന്തമായിട്ട് ബില്ലെഴുതി മേടിക്കുന്നവരാണല്ലോ ജഡ്ജിമാര്. ഈ പറയുന്ന ജഡ്ജിമാരടക്കമുള്ളവർ പോകേണ്ടത് അവരും സ്വകാര്യ ആശുപത്രിയിലല്ല അവർ പോകേണ്ടത്, അവർ സർക്കാരിൻ്റെ ആശുപത്രി പോകണം. കാരണം സാധാരണ പാവപ്പെട്ടവന് മാത്രമുള്ളതാണ് ഈ പറയുന്ന സർക്കാർ ആശുപത്രി എന്നുള്ള കൺസെപ്റ്റ്. അത് ഒരിക്കലും ഈ സർക്കാർ ആശുപത്രികളെ രക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ സഹായകമാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലിരിക്കുന്ന MLA-മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും അടക്കമുള്ള ആളുകൾ അവർ പോകേണ്ടത് സർക്കാരിൻ്റെ പണം റീഇംബേഴ്സ്മെൻറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇവരാദ്യം കൊണ്ട് സർക്കാരിൻ്റെ ആശുപത്രിയിലാണ്. ഇവർ പോകുന്ന സമയത്ത് അവിടുത്തെ പ്രശ്നം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടിയുള്ള സാഹചര്യമാണ് ഈ സമയത്ത് സംജാതമാക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും.